ഇന്ന് ഊണിന് ഒരു അടിപൊളി രസത്തിൻ്റെ റെസിപ്പിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് ടൊമാറ്റോ ഒക്കെ റോസ്റ്റ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള രസം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കാം. അപ്പോൾ ഓണമൊക്കെ കഴിച്ച് മടുത്തിരിക്കുമ്പോൾ രസം കുടിക്കുന്നത് നമുക്ക് നല്ലതാണ്. നല്ല ചൂടോടെ ഒട്ടും താമസിക്കാതെ പെട്ടെന്ന് തന്നെ റെസിപ്പി റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഓണത്തിന് ഞാൻ കറികളൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി എല്ലാ സാധനങ്ങളും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ടൊമാറ്റോസ് പറിച്ചിട്ട് വരാം. അപ്പം നമ്മൾ ഗാർഡനിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത ടൊമാറ്റോ ആകുമ്പോൾ അതിന് ഒന്നുകൂടി ടേസ്റ്റ് കൂടും. അത് തന്നെയല്ല, നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ചുട്ടിട്ട് എടുത്താലും മതി, അപ്പോഴും ടേസ്റ്റ് തന്നെയായിരിക്കും. അതിനൊരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ ഞാൻ സാധാരണ ടൊമാറ്റോയുടെ ഒപ്പം തന്നെ ചെറിയ ടൊമാറ്റോസും ചേർക്കുന്നുണ്ട്. അപ്പോൾ പല വെറൈറ്റി ടൊമാറ്റോസ് കിട്ടുവാണെങ്കിൽ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് ചേർക്കുമ്പോൾ രസം റെഡിയാക്കി എടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ചെറിയ ടൊമാറ്റോസ് ഉണ്ട്, ഇതുപോലെ ബീഫ് ടൊമാറ്റോസ്, പല തരം ടൊമാറ്റോ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഫ്ലഷിന് നല്ല തിക്നെസ് ഉണ്ടായിരിക്കും, നല്ല തിക്കായിരിക്കും. സാധാരണ ടൊമാറ്റോയുടെ അരികൾ മാത്രം കൂടുതൽ കാണുമല്ലോ, അതിനകത്ത് ഫ്ലഷ് കുറവായിരിക്കും. അപ്പം ആ ടൊമാറ്റോയാണ് ഞാൻ മെയിനായിട്ട് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ അവിയലിന് വേണ്ടി കുറച്ച് പച്ച തക്കാളിയും പറിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ടൊമാറ്റോ, കുറച്ച് പച്ചമുളകും പല കളറിലുള്ളതുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. അതുപോലെ ചെറിയ ടൊമാറ്റോസിൻ്റെ ഓറഞ്ച് കളറുള്ള ചെറിയ ടൊമാറ്റോസും ഉണ്ട്. അപ്പോൾ ഇത് ചുമന്ന ടൊമാറ്റോ തന്നെയാണ് കേട്ടോ. അതൊന്ന് പഴയ നിറം മാറി വന്നോളൂ. അപ്പോൾ അവിയലിനിടാൻ നല്ലതായിരിക്കും, പുളിരസം കൂടുതൽ കിട്ടും. അപ്പോൾ ടൊമാറ്റോയും കുറച്ച് പച്ചമുളകും പറിച്ചെടുക്കണം എനിക്ക്. പിന്നെ ബാക്കിയത്തൊക്കെ നമുക്ക് മേടിച്ച് തരുപ്പുണ്ട്. അപ്പം ഇവിടെയും ടൊമാറ്റോസ് ഉണ്ട്. അതിനകത്ത് കുറച്ച് പച്ച തക്കാളിയും ഇതിനകത്തുനിന്ന് പറിക്കാം. നോക്കൂ, ഇങ്ങനെ ചെറിയ ടൊമാറ്റോസ് ഉണ്ടാക്കി കിടക്കുന്നതാണ് നല്ല ഭംഗിയായിട്ട്, ഒരുപാട് കൊലകളായിട്ട് ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓറഞ്ച് കളറുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ പറിക്കാം. അപ്പം എപ്പോഴും നമ്മൾ തക്കാളി രസം പ്രത്യേകിച്ച് തരുമ്പോൾ പലതരത്തിലുള്ള ടൊമാറ്റോസ് ഇട്ട് ഒന്ന് റെഡിയാക്കി നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ മല്ലിയിലയാണ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും ചേർക്കുന്ന അവസാനം. അപ്പോൾ നോക്കൂ, ടൊമാറ്റോസ് ഞാൻ റെഡ് കളറ്, ഓറഞ്ച് കളറ്, പിന്നെ സാധാരണ ബീഫ് ടൊമാറ്റോ, പിന്നെ മറ്റ് സാധാരണ ടൊമാറ്റോയും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം ബാക്കിയുള്ള ടൊമാറ്റോസ് പഴുത്തെടുക്കണമൊക്കെ പറിച്ചെടുക്കട്ടെ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകും ചൂട് കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും വന്നിട്ട് കഴിച്ചിട്ട് പോകും. അപ്പോൾ ടൊമാറ്റോസ് എല്ലാം പറിച്ചെടുത്തു. ഇനി മുളക് പറിക്കാം. ഇപ്പോൾ താഴെ 1-2 ഹൈഡ് ചെയ്ത് കിടക്കുന്നുണ്ട്, അതും കൂടെ പറിക്കട്ടെ കേട്ടോ. ഇങ്ങനെ ചെറിയ ടൊമാറ്റോസ് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോയിട്ടോ, കയറ്റി വിടുമ്പോഴാണ് കൊലകളായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ കൊല ഉണ്ടായി കഴിയുമ്പോൾ ആ സൈഡിലുള്ള ഇലകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് കരുത്തോടെ വളരും, വലുതായി കിട്ടും. അപ്പം ഞാൻ പച്ചമുളകെന്ന് വെച്ച് പല കളറുള്ള മുളകാണ്, പക്ഷെ നല്ല എരിയാണ് കേട്ടോ. ഞാൻ ഇതിന്ന് ഇതുവരെ പറിച്ചിട്ടില്ല. അപ്പോൾ ഓണത്തിനായിരിക്കട്ടെ. നല്ല നല്ല പർപ്പിൾ കളറുള്ള മുളക് കേട്ടോ, നല്ല എരിയായിരുന്നു കേട്ടോ അതിന്. അപ്പോൾ അത് കുറച്ച് പറിക്കാം. പല തരത്തിലുള്ള മുളകുകളുണ്ട് കേട്ടോ. എല്ലാത്തിനും എരിവുള്ളത് നോക്കിയിട്ടാണ് ഞാൻ തൈ മേടിച്ചത്. അപ്പോൾ അതും പറിച്ചു. പിന്നെ നമ്മുടെ കാന്താരിയുടെ ഒരു ടൈപ്പ് ഉണ്ട് കേട്ടോ, വെള്ള കളറ്. പിന്നെ ഇത് പച്ചയായിട്ട് വരും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നിറം മാറി വേറൊരു കളറായി മാറി. അപ്പോൾ അതെല്ലാം പറിച്ചെടുക്കട്ടെ. കുറച്ച് പച്ചമുളകും കൂടെ വേണം, അവിയലുണ്ടാക്കാനും ബാക്കി കറികൾക്കൊക്കെ വേണം, പിന്നെ രസത്തിനും വേണം. രസം ഉണ്ടാക്കുമ്പോൾ എല്ലാം കുത്തി ചതച്ചിട്ടാട്ടോ ഇടേണ്ടത്. കല്ലൊക്കെ ഉണ്ടെങ്കിൽ ചതച്ചിടുക. ഞാൻ മിക്സിയിലെ ക്രഷറിലിട്ടിട്ട് ചതച്ചെടുക്കുക പെട്ടെന്ന് വേണ്ടി. ഇത് വളരെ ചെറിയ മുളകാണ്. കാന്താരി മുളകിൻ്റെ വലിപ്പമുള്ളൂ, പക്ഷേ വേറെ നല്ല ഡാർക്ക് പർപ്പിൾ കളറാണ് കേട്ടോ അതിന്. 1-2 പച്ചത്തക്കാളി കൂടെ പറിക്കട്ടെ. അപ്പം തക്കാളികളെല്ലാം പറിച്ചെടുക്കുകയും നമുക്ക് മുറക്കിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ രസത്തിന് മാത്രമുള്ളത് എടുക്കട്ടെ കേട്ടോ. ഞാൻ ഈ അവിയലിനും ബാക്കിയുള്ള കറികൾക്കും കൂടെ കൂടിയിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഒരുപാട് കറികളൊന്നും ഓണത്തിന് ഉണ്ടാക്കുന്നില്ല, കാരണം നമ്മൾ അല്ലാത്ത ഓണാഘോഷങ്ങളൊക്കെ ഇനിയും വരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അവിയൽ ഇഷ്ടമാണ്, സാമ്പാർ അത്ര താല്പര്യമില്ല, അതിന് പകരമാണ് രസം. അപ്പം ഈ രസം ഓണത്തിൻ്റെ സദ്യയിലുള്ളതാണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ. പക്ഷെ അവസാനം രസം കുടിക്കാൻ നല്ല രസമാണല്ലോ. രസം, റോസ്റ്റഡ് ടൊമാറ്റോ രസം ഒരിക്കലെങ്കിലും ഉണ്ടാക്കി വേണം, അത്ര സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ചെറിയ ടൊമാറ്റോസും നമ്മുടെ ബീഫ് ടൊമാറ്റോയും നല്ല പഴുത്ത ടൊമാറ്റോസ് ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ഒരു ട്രേയിലേക്ക് വെച്ചൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കും. ഒരു 10 മിനിറ്റ് കൊണ്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ അല്ലെങ്കിൽ ഒരു ചട്ടിയിൽ വെച്ച് ചുട്ടെടുത്താലും മതി കേട്ടോ.
അപ്പോൾ ബാക്കി എല്ലാ സാധനങ്ങളും ഞാൻ ഇതിനകത്തേക്ക് നമ്മുടെ സദ്യക്കുള്ള സാധനങ്ങളെല്ലാം അങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. മുറത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ എൻ്റെ റോസ്റ്റ് ചെയ്യാനുള്ള ടൊമാറ്റോസ് എടുത്ത് മാറ്റിയിട്ടതാണ്. ഇത്രയും ടൊമാറ്റോസ് ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. റെഡും ഓറഞ്ച് കളറുള്ള യെല്ലോ കളറുള്ള ടൊമാറ്റോയും പിന്നെ 3 ബീഫ് ടൊമാറ്റോയും അത്രയും ടൊമാറ്റോസ് എടുത്തിട്ടുണ്ട്. പലതരം വെറൈറ്റി ടൊമാറ്റോസിൻ്റെ അതിനെല്ലാം റോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് റോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ ഒരു ചുട്ട ടേസ്റ്റ് കിട്ടും. അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ വേണ്ടത് ഒരു ചെറിയ പീസ് ഇഞ്ചി, 3-4 വെളുത്തുള്ളി, ഒരു 2-3 കുഞ്ഞുള്ളി, പച്ചമുളക്, കറി ലീവ്സ് ഇത്രയും ചതച്ചെടുക്കണം ഓരോന്ന്. പിന്നെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അതിന് അല്പം ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർക്കാനായിട്ട് വെക്കാം. ചൂടുവെള്ളം ഒഴിച്ച് അത് കുതിരാനായിട്ട് വെച്ചു. പിന്നെ ഞാൻ പൊടികളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഓരോന്ന് പറയാം. ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഉണ്ട് അങ്ങനെ വെള്ളമൊക്കെ ഊസൗട്ടായി വന്നു തുടങ്ങി, തൊലിയൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങി. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ സദ്യക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട്. നോക്കൂ, റോസ്റ്റ് ആക്കിയിട്ടുണ്ട്. തിരിച്ചിട്ട് വരുന്ന 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ആയിട്ടോ. ഇനി ഒന്ന് തണുക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ആ തൊലി ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ സാധനങ്ങൾ ഓരോന്നായിട്ട് ചതച്ചിട്ടെടുക്കാം. പച്ചമുളക് ചതച്ച്, ഇഞ്ചി, വെളുത്തുള്ളി, കുഞ്ഞുള്ളി എല്ലാം ചതച്ചെടുക്കാം. ഇനി ഒരു പകുതി റെഡ് കളറിലുള്ള ഒനിയൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചെറുതായിട്ട് തരിതരിയായിട്ട് അരിഞ്ഞെടുക്കുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഇനി ഓരോന്ന് ഞാൻ മൺചട്ടിയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. മൺചട്ടിയിൽ റെഡിയാക്കുമ്പോൾ അതിനൊരു സ്വാദ് കൂടും കേട്ടോ. അപ്പം രസം 10-ൽ 10 മാർക്ക് കിട്ടി എനിക്ക്. ചോറുണ്ടാത്തവർ വരെ രസം മേടിച്ച് ചോറുണ്ടോന്ന്. അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലേ. അപ്പോൾ നമ്മൾ നട്ടുണ്ടാക്കി പച്ചക്കറി കൊണ്ടൊക്കെ ഉണ്ടാക്കുമ്പോഴും ഒരു പ്രത്യേക സ്വാദ് കൂടും കേട്ടോ. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുഞ്ഞുള്ളി എല്ലാം ചതച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇനി ഒനിയനുള്ളതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയും വേണം നമുക്ക്. ഇപ്പോൾ സാധനങ്ങളൊക്കെ ചതച്ചെടുത്തു. നമ്മൾ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പുളി ഇങ്ങനെ റെഡിയായിട്ട് കുതിർന്നിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് മൺചട്ടി അടുപ്പത്ത് വെക്കാം. കഴിഞ്ഞിട്ട് നമ്മുടെ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോഴാട്ടോ ടേസ്റ്റ്. സാധാരണ വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല, പക്ഷേ രസമൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ വേണം. നല്ല വലുപ്പമുള്ള ടേബിൾ സ്പൂണിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായപ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരാറാകുമ്പോൾ. അപ്പോൾ ഇത് പൊട്ടിക്കിട്ട് അതിനൊരു അല്പസമയം കൊടുക്കാം. രസം ഞാൻ എപ്പോഴും ഒന്നും ഉണ്ടാക്കാറില്ല. ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഞാനിങ്ങനെ ചുട്ട ടൊമാറ്റോ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് പ്രത്യേക സ്വാദ കുട്ടികൾ ഡെഫിനറ്റായിട്ട് കഴിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്ന പോലെ. അപ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് അപ്പോൾ ഉള്ളിയും ചേർക്കട്ടെ കേട്ടോ. അപ്പോൾ കടുവും ഉലുവയും പൊട്ടുമ്പോൾ നമ്മൾ ഉള്ളി ആദ്യം ചേർക്കുക. അതൊന്ന് വഴഞ്ഞ് ചേർത്ത് ഇനി ഓരോന്ന് ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുന്നതൊന്ന് പയ്യെ വഴണ്ട് കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയ സാധനങ്ങൾ ഇഷ്ടത്തോടെ ഒരാൾ കഴിക്കുമ്പോൾ കുട്ടികൾ കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അത് കാണുമ്പോൾ. വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ. പൊടികളെല്ലാം ഒന്ന് ചതച്ചൊക്കെ ഇടുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ ഉള്ളി ബാക്കി പയ്യൊന്നും ഇനിയും വാടിയപ്പോൾ ഞാൻ ചതച്ചൊരിക്കുന്ന കുഞ്ഞുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുത്ത് പിന്നെ കറി ലീവ്സും ചേർത്ത് കൊടുക്കാം. ഇത് പയ്യൊന്ന് വാടി വരണം. നന്നായിട്ടൊന്ന് ഒരുപാട് ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമില്ല, എങ്കിലും ഒന്ന് മൊരിഞ്ഞ് വരണം. ഇനി നമുക്ക് മൊരിഞ്ഞ് കിട്ടിക്കുന്നതിനൊപ്പം ഓരോ പൊടികൾ ചേർത്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം. ആ പൊടികളുടെ ഇഷ്ടം അത് നമ്മളൊന്ന് ബാലൻസ് ചെയ്തെടുക്കണം. ആ ടേസ്റ്റ് നോക്കി ഒന്നുകൂടെ ഒന്ന് വഴണ്ട് കിട്ടട്ടെ. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടില്ലായിരുന്നു. വെളുത്തുള്ളി അല്പം അധികമായിട്ട് എടുത്ത് കുറച്ച് മാറ്റി. വലുപ്പമുള്ള അല്ലികളായിരുന്നു. ഇഞ്ചി മുഴുവൻ ചേർത്തു.
ബാക്കിയെല്ലാം ചതച്ച് വെച്ചിരിക്കുന്ന എല്ലാം ചേർത്ത് കഴിഞ്ഞ് ഇത് വഴണ്ട് വിട്ടിട്ട് ഇതൊന്ന് മൂത്ത് കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് പൊടികൾ എല്ലാം ചതച്ചിട്ട് ചേർക്കുന്നതാണ് കേട്ടോ നല്ലത്. കല്ലുണ്ടെങ്കിൽ കല്ലിൽ ചതയ്ക്കണം തന്നെയാണ്. ഞാൻ കുറേ ഉലുവയൊക്കെ കുഞ്ഞൊരു കല്ലിൽ ചതച്ചിട്ടാണ് എടുത്തത്. ഇനി കടലേക്ക് ചേർത്ത് കൊടുത്തു. ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. അതിനകത്ത് ചേർക്കാൻ നമുക്ക് രസം പൊടിയൊക്കെ ചേർക്കാം. പക്ഷേ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു രസം പോലെ വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ടാണെങ്കിൽ തന്നെ. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പിൻ്റെ അളവ് പിന്നെ അവസാനം നോക്കിയിട്ട് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടുകയും ചെയ്യും. നല്ല മുരിഞ്ഞ് വന്ന് തുടങ്ങി. ഇനി നമുക്ക് ഓരോ പൊടികൾ വീതം ചേർക്കാം. ഞാൻ കുരുമുളക് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ക്രഷ്ഡ് പെപ്പർ അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. കുരുമുളകിൻ്റെ ടേസ്റ്റ് അല്പം മുന്നോട്ട് നിൽക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് ഒരു 1/4 ടീസ്പൂണും കൂടെ ചേർക്കാം. അവസാനം നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് അളവ് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് ചേർക്കാം. ഇനി ഒരുപാട് വലിയ ക്വാണ്ടിറ്റി എല്ലാം ഉണ്ടാക്കണം. അപ്പോൾ 1/2 ടീസ്പൂൺ ചതച്ച കുരുമുളക് പൊടി ചേർത്തു. അതൊന്ന് വഴണ്ട് ചേർത്ത് അങ്ങനെ ഓരോ പൊടികൾ ഇങ്ങനെ ചേർത്തുകൊണ്ടിരിക്കണം. ഞാൻ അല്പം ഉലുവ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക്, പിന്നെ നമ്മൾ ഉലുവ 1/4 ടീസ്പൂൺ ചേർത്ത് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്തായിരുന്നു കേട്ടോ. അത് പറയാൻ മറന്നുപോയി. അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴണ്ടു. ഇനി അടുത്ത പൊടി ചേർക്കാം നമുക്ക്. ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവ ചേർത്തു. അതായത് 1/4 ടീസ്പൂൺ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിലർ ശർക്കര ചേർക്കും. ഞാനിപ്പോൾ അല്പം കായപ്പൊടിയും ചേർത്തിട്ടാ. ഞാൻ ശർക്കര ചേർക്കുന്നില്ല കേട്ടോ. അത് ഇഷ്ടമുണ്ടെങ്കിൽ പുളിയും എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണമെങ്കിൽ ചേർക്കാൻ പഞ്ചസാരയോ അല്പം ശർക്കരയോ ചേർക്കാൻ. ഞാനത് ചേർക്കുന്നില്ല. ഇതിൽ ഈ ടേസ്റ്റിലാണ് നമ്മുടെ തക്കാളിയൊക്കെ ചുട്ടരച്ച തക്കാളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം മധുരം ഇടുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോകും. അപ്പോൾ ബാക്കി എല്ലാ പൊടികളും മരിഞ്ഞു കഴിഞ്ഞ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അതും കൂടെ ഒന്ന് മരിഞ്ഞ് ചേർത്ത്. ഞാൻ പറഞ്ഞോളാം മല്ലിപ്പൊടി ചേർക്കുന്നില്ല. ഞാൻ പകരം മുളക് പൊടി മാത്രമാണ് കേട്ടോ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ പച്ചമുളക് ചേർത്തു, കുരുമുളക് പൊടി ചേർത്തു. അതുകൊണ്ട് കാശ്മീരി ചില്ലി ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി അതുപോലെ തക്കാളിയുടെ മാത്രമല്ലേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ ഒരുപാട് മുളക് പൊടി എരിവ് മുന്നോട്ട് തന്നെ. കുരുമുളകിൻ്റെ എരിവും പച്ചമുളകിൻ്റെ എരിവാണ് മുന്നോട്ട്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മാത്രമാണ് ഞാൻ കാശ്മീരി ചില്ലി ചേർത്തുള്ളൂ. ഒരുപാട് എരിവില്ല. എന്നാൽ കുട്ടികളൊക്കെ കഴിക്കണമായതുകൊണ്ട് തന്നെ ഒന്ന് അത്യാവശ്യത്തിന് എരിവുണ്ട് കാരണം. അപ്പോൾ ഇതും കൂടെ ഒന്ന് മരുന്ന് വെച്ചിട്ട് ഇനി നമ്മൾ തക്കാളി തൊലിയൊക്കെ മാറ്റി എടുത്ത് വെക്കുന്നുണ്ട്. നമ്മൾ റോസ്റ്റ് ചെയ്തിരിക്കുന്ന തക്കാളി അതൊന്ന് ഉടച്ചിട്ടെടുക്കണം. ഇതൊന്ന് ഉടച്ചിട്ടെടുക്കാം. ഞെരടി ചേർക്കണം ഏറ്റവും നല്ലത്. പക്ഷേ ചെറിയ ചൂടുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരു പൊട്ടറ്റോ മാഷറും കൊണ്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. എങ്ങനെ തന്നെ ഇട്ടാലും ചട്ടിയിൽ വെച്ച് ഉടഞ്ഞ് കിട്ടിക്കോളും. എന്നാലും ഒന്ന് ഉടച്ചിട്ട് ചേർക്കാം നമുക്ക്. അപ്പോൾ ഞാൻ ടൊമാറ്റോയുടെ ജ്യൂസ് ട്രേയിൽ ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം ഇച്ചിരി ചൂടുവെള്ളം ചേർത്ത് ചട്ടിയിലേക്ക് ചേർക്കണം. അപ്പം നമ്മൾ ഈ ചുട്ടിട്ട് ഒന്ന് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദം. അതൊന്ന് ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ടൊമാറ്റോസ് എല്ലാം ചേർത്ത് കൊടുത്ത് ഞാൻ ടൊമാറ്റോയും ഈ നമ്മുടെ മസാലകളെല്ലാം കൂടെ ഒന്ന് കൂടി ഒഴിച്ച് വരട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ട്രെയിൽ നന്നായിട്ട് ടൊമാറ്റോയുടെ ജ്യൂസുണ്ട്. അതൊരു ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് ഇതിനകത്തേക്ക് ചേർക്കാം നമുക്ക്. എന്നിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഇത്രയും തക്കാളി ഞാൻ ചേർത്തല്ലോ. ഇനി ഞാൻ നന്നായിട്ട് പഴുത്ത് ചുമ്മാ റോസ്റ്റ് ചെയ്യാത്ത ഒരു തക്കാളി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് വരും. ഓക്കെ. അപ്പോൾ ട്രെയിലുള്ള എല്ലാ ടൊമാറ്റോയുടെ ജ്യൂസും പോകുന്നു. ഇനി ഇതെല്ലാം ഇളക്കി യോജിപ്പിക്കാം. ഞാൻ നല്ല പഴുത്തിട്ട ഒരു തക്കാളി അതിൻ്റെ തൊലി ചെത്തിക്കളഞ്ഞിട്ട് അത് നമ്മുടെ ഫ്ലഷ് മാത്രം ചെറുതായിട്ട് അരിഞ്ഞിട്ടും ചേർക്കണം. ഇത് ആദ്യം ഒന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരട്ടെ.
നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് വെള്ളം അഡ്ജസ്റ്റ് ചെയ്താൽ ഇനി പുളിവെള്ളമൊക്കെ ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് തക്കാളി ഒന്ന് വെന്ത് കിട്ടിയിട്ട് വേണം കേട്ടോ പുളിവെള്ളം ചേർക്കാൻ. അത് കഴിഞ്ഞിട്ട് ആ പുളിവെള്ളം ഒന്ന് തിളച്ച് വരണം. എല്ലാം ഒന്ന് തിളച്ച് എൻ്റെ മസാല എല്ലായിടത്തും കൂടെ ഒന്ന് കൂടി ഒഴിച്ച് വരണം. അപ്പം ഞാൻ പറഞ്ഞത് ഒരു തക്കാളി നല്ല വലിപ്പമുള്ളൊരു തക്കാളിയാണ്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെത്തിയിട്ട് ചെറുതായിട്ട് നുറുക്കി അതിനകത്തേക്ക് ചേർത്ത് തിളച്ച് വന്നിട്ട് ഇനി ഈ തക്കാളിയും കൂടി ഒന്ന് കുക്കായിട്ട് വരണം. അപ്പോൾ മറ്റു രണ്ടിൻ്റെയും കൂടെ ഒരു രസം ബാലൻസായി വരും. നമ്മൾ റോസ്റ്റ് ചെയ്ത തക്കാളിക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ തന്നെ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ, നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ, എന്നിട്ട് വേണം നമുക്ക് പുളിവെള്ളം ചേർക്കാൻ. അപ്പോൾ എല്ലാ സാധനങ്ങളും ഒന്ന് കുക്കായി തിളച്ച് നന്നായിട്ട് യോജിച്ചിട്ട് മാത്രമേ പുളിവെള്ളം ചേർക്കാവുള്ളൂ. പുളിവെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തിളക്കണം, കാരണം പുളിയും കൂടെ ഒന്ന് വെന്തിട്ട് വരണം. അപ്പോൾ നമ്മൾ പുളിയുടെ കഷ്ണങ്ങളൊന്ന് മാറ്റിയിട്ട് നല്ലതായിട്ട് പിഴിഞ്ഞിട്ട് ചേർക്കാം. ഇനി അല്പോടെ ചൂടുവെള്ളം ചേർത്ത് നമ്മുടെ ഞാൻ ഒരുപാട് നീളത്തിലല്ല രസം എടുക്കണം, എന്നാൽ ഒരുപാട് കുറുകിയല്ല എടുക്കണം. നമുക്ക് ഊണിനൊക്കെ കഴിക്കാൻ പരുവത്തിനാണ് എടുക്കുന്നത്. അപ്പോൾ അല്പോടെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി ഉപ്പൊക്കെ ഒന്ന് നോക്കാം നമുക്ക്. അല്പം ഉപ്പ് കൂടി ചേർത്തു. ഇനി ഒരല്പം കായപ്പൊടിയും കൂടെ ചേർത്തു. ഇത് നമ്മളെല്ലാം വാങ്ങുന്നതിന് മുമ്പ് അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്തു. ഇനി എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അതനുസരിച്ച് ആഡ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് കുരുമുളക് പൊടിയൊക്കെ ഒരു അല്പം മുന്നോട്ട് നിൽക്കണം, എപ്പോഴും ടേസ്റ്റ് ആയിരിക്കും. പുളിവെള്ളം ഒരു ചെൽപ്പോടെ ബാക്കിയുണ്ടായിരുന്നു, അത് രണ്ടാമതൊന്നുകൂടെ ഒന്ന് പിഴിഞ്ഞ് ചേർത്തു. ഇനി അല്പം ചൂടുവെള്ളം ചേർത്ത് നമ്മുടെ രസത്തിൻ്റെ ഗ്രേവി അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് കിട്ടിയാൽ റെഡിയായി. അല്പം മല്ലിയിലയും കൂടെ ചേർക്കണം അവസാനം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം കായപ്പൊടിയും കൂടെ ചേർത്തു കേട്ടോ. പിന്നെ ഒന്ന് തിളച്ച് വരട്ടെ, എല്ലാം കൂടി ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തിളച്ച് കുറുകി വന്നു കഴിയുമ്പോൾ നമുക്ക് മല്ലിയില ചേർക്കണം. മല്ലിയില എന്തായാലും മസ്റ്റാണ് മല്ലിയില ചേർക്കേണ്ടത്. മല്ലിയിലയുടെ ഫ്ലേവർ നന്നായിട്ട് നിൽക്കും. ഞാൻ സാധാരണ കഴുകി ഉണങ്ങി ഫ്രീസ് ചെയ്യാണ്, അപ്പോൾ എളുപ്പമുണ്ട് നമുക്ക് കറികൾക്കൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഉപ്പ് അരിയാനും പിടിക്കാനും നിൽക്കണ്ട, നല്ല നടുവ് ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ മല്ലിയില ഒരു പിടി മല്ലിയില ചേർത്തു. നല്ല മണമായിട്ട് വരുന്നത്. നമുക്ക് ഈ രസം മാത്രം മതി ഊണ് കഴിക്കാൻ. അപ്പോൾ അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റായിരുന്നു രസത്തിന്. അപ്പോൾ ഓണത്തിന് ഞാൻ സാമ്പാറിന് പകരം രസമാണ് ഇപ്രാവശ്യം ഉണ്ടാക്കിയത്. സാമ്പാറിനോട് എല്ലാവർക്കും അത്ര താല്പര്യമില്ല, വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുന്നതായതുകൊണ്ട്. അപ്പോൾ രസം നല്ല സൂപ്പർ ഹിറ്റായിരുന്നു. എല്ലാവരും ഊണ് കഴിച്ച് രസം കൂട്ടി. അപ്പം നിങ്ങളും തയ്യാറാക്കി നോക്കൂ, ഇഷ്ടപ്പെടും എന്തായാലും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നുപോലെ. ഇനി മല്ലിയില ചേർത്ത് ഒന്നുകൂടി ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഈ മൺചട്ടിയിലിരുന്നാൽ വീണ്ടും വറ്റിപ്പോകും കേട്ടോ. അപ്പം തിളച്ച് വന്നു കഴിഞ്ഞ് റെഡി ആയി കഴിയുമ്പോൾ ഞാൻ വേറൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റും കേട്ടോ രസം. അപ്പോൾ എന്നിട്ട് ഊണ് കഴിക്കട്ടെ. അപ്പം നല്ല കറികൾ, അച്ചാറുണ്ടായിരുന്നു, പപ്പടം, ബീട്രൂട്ട് പച്ചടി, തോരൻ, മെഴുക്ക് വരട്ടി, പിന്നെ അവിയൽ റെഡിയാക്കിയിട്ടുണ്ട്. അവിയലിൻ്റെ ഞാനൊരു ഷോർട്ട്സ് പോലെ ഇടാം കേട്ടോ. അവിയലിന് സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പം ഞാൻ അല്പം കായപ്പൊടിയും കൂടെ ചേർത്തു. കായപ്പൊടി ചേർക്കണ കുറേശ്ശെ കേട്ടോ. അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് വീണ്ടും ഞാൻ ചേർക്കണം, അത് ഒരുപാട് ചേർത്തിട്ടില്ല. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി സെർവിങ് ഡിഷിലേക്ക് ആക്കിയിട്ടുണ്ട്. ഞാൻ ഊണ് കഴിക്കട്ടെ. അപ്പോൾ നിങ്ങളും തയ്യാറാക്കി നോക്കൂ. എല്ലാവർക്കും വിഷിങ് വെരി ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ഓണം. താങ്ക് യു ഫോർ വാച്ചിങ് GNV വ്ളോഗ്സ്. അപ്പോൾ രസം ഒഴിച്ച് ഞാൻ ഊണ് കഴിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ
തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ കറികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം പെട്ടെന്ന് തയ്യാറാക്കി നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ് ജാൻവി വ്ളോഗ്സ്. ഞാൻ പുതിയൊരു ഡിഷുമായിട്ട് ഉടനടി വരുന്നതായിരിക്കും. ബൈ. താങ്ക് യു.